എൻ്റെ പേര് സോജൻ ജോർജ്, തകരപ്പുള്ളിൽ പാറപ്പുഴ. ഇതൊക്കെ കാപ്പിരി കാളവയലിന് എത്ര കാലമായിട്ട് ഇവിടെ വന്നു തുടങ്ങി? 45 വർഷമായിട്ട് ഞാനിവിടെ വന്ന ആളാ. 45 വർഷം മുമ്പ് കാപ്പിരി വരുമ്പോ ഇവിടുത്തെ കാളയും മത്സരങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര രീതിയിലുള്ള ഒരു മത്സരം തന്നെയാണ്. അല്ല, അന്ന് കാളവണ്ടി ഓട്ട മത്സരമൊക്കെ ഉണ്ട് ഉണ്ട് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് വന്ന് 45 വർഷമായി. പിറ്റേ വർഷം ഞാൻ ഇവിടുന്ന് സമ്മാനം മേടിച്ച. അത് കഴിഞ്ഞ് തുടർച്ചയായിട്ട് പിന്നെ തുടർച്ചയായിട്ട് വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോഴും കാളയുണ്ട്. ഇതൊരു ഹരം, ഒരു ഇത് എന്നുവെച്ചാ ചെറുപ്പം തൊട്ടേ ഇതിനോടുള്ള ഒരു താല്പര്യവും ഇതുകൊണ്ട് അതിൽ പിന്നെ നഷ്ടവും ലാഭമല്ല നോക്കുന്നത്. ഇപ്പൊ ഈ കാള തന്നെ ഈ ചന്തയിലൊന്ന് ഇങ്ങനെ ഒരു മത്സരം ഉണ്ടെങ്കിൽ ഏത് രീതിയിലും ഓടിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് വന്നതാ. ഇപ്പോഴും കാളവണ്ടി ഉണ്ട്, വണ്ടിയുണ്ട്, കാളയുണ്ട്. ഈ ചെറിയ അത് ചുമ്മാ ഒരു രസത്തിന് ചെറിയ കാളയാണെങ്കിലും നല്ല ചെറുത്, നല്ല ചുണയുള്ള സാധനം എപ്പോഴും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കണ്ടപ്പോ ചെറുതായതുകൊണ്ട് മേടിച്ചോണ്ട് വന്നു. ഇപ്പൊ എല്ലാരും അത് ഓടിക്കുന്നുണ്ടല്ലോ. ചേട്ടൻ തന്നെ ഞാൻ എന്നോട് കണക്കാ. അത് കമ്പത്തുനിന്നും ഉണ്ടെന്ന് ആ കാള. ആ കാളയുടെ എന്നറിയാം, കരിമ്പൂര് നാടൻ തെക്കത്തേര്. ആ ജല്ലിക്കെട്ടൊക്കെ ഇറക്കണേ കൊണ്ട് സാധനം അത്. വേറെ എവിടെയെങ്കിലും ഒക്കെ മത്സരങ്ങൾക്ക് ഞങ്ങൾ പാലക്കാട് പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഇപ്പോഴല്ലേ അവരടുത്തില്ല, മറ്റേ ഒരു വർഷത്തിൽ ഒരു 5-8 തവണയെങ്കിലും അയിലൊക്കെ നാട്ടിക്കടെ മത്സരം ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കഴിഞ്ഞ വർഷം ഞങ്ങള് തഴുകുന്നിലെ കലർക്കാട് സ്വന്തമായിട്ട് ഞങ്ങൾ നടത്തിയതാ. തൊടുപുഴ ഉണ്ടായിട്ടുണ്ട്. തൊടുപുഴയുണ്ട്, വണ്ണപ്പുറത്തുണ്ടായിരുന്ന കലർക്കാട്, വണ്ണപ്പുറം, ബോത്താനിക്കാട്, കരികുന്നത്ത്. അങ്ങനെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കാളകൾ ഇവിടുത്തെ വയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത പോലെ കാളകളാണ്. ഈ തോട്ടം എവിടെ തോട്ടം, അക്കരെ തോട്ടമൊക്കെ നിറച്ച് കാളയല്ലേ. എന്ത് കാളയായിരുന്നു. നമുക്കൊക്കെ സ്കൂളിൽ പോകാൻ പോലും പറ്റില്ല. അത് 3 ദിവസമൊക്കെ മുമ്പ് നേരത്തെ വന്ന് ഇവിടെയുള്ള വീടുകളിൽ 4 ദിവസം മിന്നും തൊട്ട് വന്ന കൂടുതലല്ലേ. ഓരോ വീടുകൾ അവരുടെ വീട് പോലെ തന്നെ. ഞാനൊക്കെ ആദ്യം വരുമ്പോ അങ്ങനെ പറയണത് ഇപ്പൊ നിരോധിച്ച് അവരുടെ ഒരു ഇത് ഓരോരുത്തർ വളക്കണ എത്ര രൂപ ചെലവ്, അവനവന്റെ പിള്ളേരെ വളക്കണേക്കായി ചെലവ് ചെയ്താ ഈ കള വളക്കണത്. ആ സാധനത്തിന് പീഡിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയണത് എന്താണെങ്കിലും. ഇപ്പൊ ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴ അല്ലെങ്കിൽ ഇടുക്കിയൊക്കെ ഭാഗത്ത് നടക്കുന്ന ഒരു ദയ എന്ന് പറഞ്ഞ അവർക്ക് കാക്കൂരിനോട് മാത്രം എന്താ ഇത്ര വലിയ താല്പര്യക്കുറവെന്ന് അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ടോ? വേറെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. ഒന്നാമത് ഇവിടെ രാഷ്ട്രീയപരമായിട്ട് ഓരോരോ അയിലൊക്കെ ഓരോരുത്തർ അങ്ങനെ ചാല് ചെയ്ത് പോണതല്ലേ. അങ്ങനെയല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള എവിടെയെങ്കിലും നടക്കുമ്പോഴത്തേനും ആരെങ്കിലും എന്തെങ്കിലും ഏർപ്പ് വയ്ക്കുന്നു. അതാണ് അതെന്താന്ന് ഒരു പിടിയില്ലാത്ത. അതാണ് അതേപറ്റി എന്തെങ്കിലും ഒരു പിടിയില്ലാത്തത്. അവർക്ക് എന്ത് നേട്ടം കിട്ടിയിട്ടാന്നറിയാമല്ല. അല്ലെങ്കിൽ ഇതിപ്പോ ഏത് രീതിയിൽ പോണ്ട ചന്ത. ഇന്നിപ്പോ ഇത്രയും കന്നാലിയല്ല ഇവിടെ വരേണ്ടത്. സംരക്ഷണം പ്രത്യേകിച്ച് അതൊന്നും ഇല്ല. അതിന് ഇച്ചിരി നോട്ടം കൂടുതൽ വരും. പിന്നെ അതിന്റെ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യമൊക്കെ ഉള്ളു. അതൊന്നും എന്റെ ഒന്നും വലിയ കന്നാലി നന്നായിരിക്കാൻ വെള്ളമൊക്കെ കുടിച്ച് വയറ് ചാടാതിരിക്കാനുള്ള അതിനുള്ള തീറ്റയെ കൊടുക്കുള്ളൂ. നിസ്സാരം കുരു പരുത്തി. ഞാൻ 82കളിലൊക്കെ ഇവിടെ ഏറ്റവും വലിയ കാളേനെ കണ്ട് പാലക്കാട് നിന്ന് വന്ന സഫാരി വണ്ടി ഓട്ട മത്സരത്തിന്. ആ ചേട്ടൻ ഓർക്കുന്നുണ്ടോ അന്ന് കാളയൊക്കെ? പിന്നല്ലേ, അത് ആദ്യം കൊണ്ടുവന്ന് ഞാൻ ഓർക്കുന്നു. ഞാനൊന്നും വന്നുകൊണ്ടിരിക്കണല്ലേ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയെ പോലും കറക്റ്റ് 4 എണ്ണത്തിൽ കൂടുതൽ കയറ്റു പോലും ഇല്ല. അതുപോലെ അതിനൊക്കെ അവര് ഇവിടെ കൊണ്ടുവന്നാലും ഭക്ഷണമൊക്കെ കൊടുക്കണ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഇവിടെ ഈ മത്സരത്തിന്റെ ഇടയ്ക്ക് എങ്ങാനും വടിയൊന്നും മേത്ത് കൊണ്ടാൽ അവര് മത്സരം കഴിഞ്ഞ അപ്പൊ തന്നെ ചുമ്മാ ഒന്ന് കൊണ്ടാ പോലും എണ്ണയും കുഴമ്പും ഒക്കെ ഇട്ട് ആ രീതിയിലാണ് കൊണ്ടുനടക്കുന്നത്. പക്ഷെ മൃഗസ്നേഹികൾ എന്ന് അവകാശപ്പെടുന്ന ആളുകള് ഇപ്പൊ കാളെ ഓടാനും അതിനെ ഓടിക്കാനും അപ്പം ഈ പിള്ളേരെ ഓടിക്കാൻ ഓരോരുത്തർ സ്പോർട്സിനൊക്കെ ഒരു കണക്കിന് ഇതല്ലേ.
നല്ല മുതലിനല്ലേ നല്ല തന്നെയല്ലേ അതിന് കൊള്ളുള്ളൂ. തന്നെയല്ല അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനു വേണ്ടി മാത്രം വളർത്തുന്ന ആ ആ ഒരു അത് അതുപോലെ ഇപ്പൊ പരിചരിച്ച് ഞാൻ ഈ ഒരു 2 കാള നിർത്തിക്കൊണ്ടെങ്കിൽ ഒരു 400 രൂപ എനിക്ക് ഒരു ഒരു ദിവസം ദിവസം ചെലവ്. ചെലവ് വരുന്നു. എത്ര രൂപ ഇത് ഇല്ലെങ്കിൽ എത്ര രൂപ കിട്ടുന്നതാ? ആ ഈ സ്ഥാനത്ത് ഈ കാശ് മുടക്കി കൊടുത്ത് 2 പശു തിന്നാ എത്ര രൂപ വരവുണ്ട്? അതെ അപ്പൊ അതൊന്നും കണക്ക് കൂട്ടിയിട്ടല്ലോ നമ്മള്. അത് നമ്മള് കാലങ്ങളും നമ്മുടെ സ്നേഹങ്ങളും അതിനോട് കൂടി നിൽക്കുന്നത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. കാര്യം ഇപ്പൊ എന്നെ പിള്ളേര് വീട്ടില് വഴക്ക് പറച്ചില്ല ഈ ഇതായി പോണ്ട മര്യാദക്ക് വീട്ടിലിരിക്കുന്ന. എന്നാലും നമ്മള് പോയില്ലേ കാളയും പിടിച്ച്. എന്നാലും കുംഭവാസത്തിലെ അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്ന് പറഞ്ഞാൽ നമുക്ക് കാക്കൂര് വരാതിരിക്കാൻ പറ്റും. 45 വർഷമായിട്ട് ഒരു വർഷം ഏതാണ്ടോ സാഹചര്യം കൊണ്ട് വരാതിരുന്നോളൂ. ബാക്കി എല്ലാ വർഷവും ഇവിടെ വന്നിട്ട് പോണ ഒരാളാണ്. ചേട്ടനെ പോലെ ചേട്ടന്റെ അടുത്തുനിന്ന് തന്നെ ഒരു പ്രായമുള്ള ഒരു ചേട്ടൻ വരണ്ട. അയ്യോ അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഇച്ചിരി മുമ്പ് ചോദിച്ചായിരുന്നല്ലോ, പേരെന്നായിരുന്നു? ജിമ്മി ഉണ്ട്. ജോഷിയോ ജോണിച്ചേട്ടൻ തണ്ടാശ്ശേരി യോണി. പുള്ളി കാളെ കൊണ്ട് എല്ലാ വർഷം വന്ന ആളല്ലേ? പുള്ളി കാള എല്ലാ വർഷവും കൊണ്ടുവരാൻ ചുരുക്ക കാള ഉണ്ട്. പുള്ളി എല്ലാ വർഷവും വന്ന ഒരാളാണ്. കാള കൊണ്ട് തന്നെ അതിലൊക്കെ നിങ്ങൾ ഈ ദൂരെ നിന്നൊക്കെ വരുമ്പോ കാക്കൂരുകാര് നിങ്ങൾക്ക് തരുന്ന ആ ഒരു സ്വീകരണവും അവര് ആ പരിപാടികളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ പണ്ട് ഇപ്പോഴത്തെ പണ്ട് കാലത്തെ? പണ്ടൊന്നും എവിടെയാണെങ്കിലും താമസിക്കാനാണെങ്കിലും അവര് വലിയൊരു സഹകരണം. അവിടെ നിന്ന് പുറത്തുനിന്ന് വന്ന ആൾക്കാരുടെ ഒരു കാളക്കുള്ള തീറ്റ വെള്ളവും അതുപോലെ അവരുടെ വീട്ടിൽ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന അങ്ങനെ അത്രമാത്രം കാളകളെ സ്നേഹിക്കുന്ന നാടാണതല്ലേ? ഈ കാളയ്ക്ക് എത്ര പ്രായമുള്ളത്? ഇതൊരു 6 വയസ്സ്. ഇത് 2 സ്ഥലത്ത് വാങ്ങിയതാണോ? അല്ല, ഒറ്റ സ്ഥലത്ത് ഒരിടത്ത് നിന്ന്. അങ്ങനെ നോക്കിയെടുത്തേ. എത്ര വയസ്സ് വരെ നിങ്ങൾ ഈ കാളേനെ കൊണ്ടു കിടക്കും? ഇനി ഒരു 2-3 വർഷമോടെ വളർത്തോളൂ. ഇതിപ്പോ ഞാൻ പുതിയത് വാങ്ങിച്ച പഴയ കാളെ വിട്ടിട്ട് 2 കാരി എന്നാ പറയുന്നത്. കാരിക്കാള. അല്ല എന്നല്ല ചോദിച്ചേ, നമ്മള് വീട്ടിൽ വിളിക്കാൻ എന്തെങ്കിലും? ഇല്ല അങ്ങനെയൊന്നുമില്ല. മോന്റെ പേരെന്നാടാ? ജോയൽ ജോസ്. ജോയൽ ജോസ് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നത്? ഏത് സ്കൂളില്? മാർബേസില് കോതമംഗലത്ത്. ഇവിടെ ഇപ്പൊ കാക്കൂര് വരാനാ കാരണം? കാള പറഞ്ഞു. കാള ഉണ്ടായോണ്ട് കാള ഉണ്ടായത് കൊണ്ട് പോന്നു. കാളേനൊക്കെ എത്രമാത്രം ഇഷ്ടമാണ്? ഇതിനെയൊക്കെ അഴിച്ചോണ്ട് പോവാ മോൻ? എന്നാ മോൻ ഇങ്ങനെ കാളേനെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം? മൃഗങ്ങളെ എനിക്ക് പണ്ട് തൊട്ട് ഇഷ്ടമായിരുന്നു. ഇഷ്ടമാണ്. നമുക്കിങ്ങനെ കെട്ടിയിട്ടും അതുപോലെ വണ്ടിയൊക്കെ കെട്ടിയൊക്കെ ഓടിക്കാൻ പറ്റുമോ? അങ്ങനെ ചെയ്യരുന്നല്ലേ പറഞ്ഞേക്കണം മൃഗസ്നേഹികള്. അതെ, പക്ഷെ ജസ്റ്റ് ചുമ്മാ ട്രൈ പറ്റതല്ലേ നമ്മൾ ഇടയ്ക്കൊക്കെയല്ലേ ഓടിക്കാറുള്ളൂ. ഭയങ്കര ഉപദ്രവമാണ്. മോൻ ഉറക്കം പറഞ്ഞു. ഉപദ്രവം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാറില്ല. തല്ല് അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇവരൊന്നും ചെയ്യത്തില്ല. പാവങ്ങളായിട്ട്. കാളേനെ മാത്രമേ ഇഷ്ടമുള്ളൂ? അതെയോ വേറെ എന്തെങ്കിലും? വേറെ കുറെ ഇഷ്ടമൊക്കെ. കുതിര, പൂച്ച, പട്ടി, പ്രാവ്, അങ്ങനെയുള്ള കുറെ ഐറ്റംസ്. ഇതിനൊക്കെ ആയിട്ട് നമ്മള് പഠിക്കണ്ടേ? പരീക്ഷ ഉണ്ടായിരുന്നില്ല? ഈ 11-ാം തീയതി ഇല്ല. നമ്മള് പഠിച്ച് വലുതായി കഴിഞ്ഞാലും ഒരു കാളയൊക്കെ മേടിക്കണം, അങ്ങനെ ആഗ്രഹമുണ്ടോ? തൊട്ടോ. തൂങ്ങണ്ട കേട്ടോ, പയ്യെ പിടിച്ചാ മതി. നിനക്ക് പിടിക്കണോടാ? ചെല്ലടാ. ഈ അവസരം നാളെ കിട്ടൂല. ചെല്ലടാ. തൊട്ടു. നീ അങ്ങ് മാറി, അവനെ കാണാൻ പാടില്ല.
നിങ്ങൾ കാക്കൂർ കാളവയലില് എന്റെ ഫാദർ ആയിട്ടുള്ള ഇതാ. ഫാദറിന് എന്റെ ചെറുപ്പം തൊട്ട് ഏകദേശം എത്ര വർഷമായിട്ടുണ്ട്? ചാക്കോ താണിയുന്നേൽ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എത്ര വർഷം? 40 വർഷം മുമ്പ്. 40 അല്ല, എന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ തന്നെ ഇങ്ങോട്ട് വരാൻ പറ്റൂല്ലോ. 40 അന്നൊക്കെ ഇവിടെ വരുമ്പോ കാളകളും മറ്റു കാര്യങ്ങളൊക്കെ കാളകളോ ഈ ഇതിലെ മൊത്തം കാളകളാ. ആ പറമ്പ്, ഈ പറമ്പ്, അപ്പുറത്തെ പറമ്പ്, എല്ലായിടത്തോടെ കാള ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുമല്ലേ. കാള മാത്രമാണ് ഇവിടെ വരാറുള്ളത്, പോത്തും മറ്റു കാര്യങ്ങളൊക്കെ? കാള മാത്രമാണ് അതേ പോത്തൊക്കെ വരാറ്? പോത്ത് എല്ലാ മൃഗങ്ങളും ഇവിടെ വരാറുണ്ട്. എല്ലാം നല്ല രീതിയിൽ വരാറുണ്ട്. നിങ്ങൾക്ക് കാക്കൂർ കാളവയലിന്റെ ഐതിഹ്യത്തെ കുറിച്ച് എന്തെങ്കിലും അറിയാം? ഐതിഹ്യത്തെ കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരാതനമായിട്ടുള്ള ഒരു ഉത്സവമാണ് അത്. അതിനപ്പുറമുള്ള ഒരു ചരിത്രമുണ്ട് ഇതിന്. ഇത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്ത്, രാജഭരണ കാലത്ത് തുടങ്ങിയതാണ്. അന്ന് മുണ്ടകൻ കൃഷിയൊക്കെ കഴിഞ്ഞ്, എനിക്ക് അത്രയും ഇതൊന്നുമില്ല, എന്നാലും ഞാൻ പറഞ്ഞ കൃഷിയൊക്കെ കഴിഞ്ഞ് എന്റെ ഏജ് വെച്ചിട്ട് ഞാൻ പറയാം ഒരു വയലിനെ സ്നേഹിക്കുന്നവര് കാളവയലിനെ സ്നേഹിക്കുന്നവര് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ അത് മനസ്സിലാക്കി. അതിന്റെ ഒരു ശിലാഫലകം അവിടെ ഉണ്ട്, കല്ലേല് അതിന്റെ ചരിത്രം. അന്ന് കുംഭമാസത്തിലെ അശ്വതി ഭരണി കാർത്തിക രോഹിണി നാളുകളാണ്. അത് എടപ്രക്കാവിലെ ഉത്സവം നടക്കുമ്പോൾ എടപ്രക്കാവിൽ ദേവി, അമ്പിശ്ശേരിക്കാവ് ദേവി സഹോദരിമാർ എന്നറിയപ്പെടുന്ന ദേവികൾ തമ്മിലുള്ള ആണ്ടിലൊരിക്കൽ കൂടിക്കാണുന്നതാണ് അതിന്റെ ഐതിഹ്യം. പക്ഷെ കാക്കൂർ കാളവയലിന് എന്താണെന്ന് വെച്ചാൽ, കാക്കൂർ ആമ്പിശ്ശേരിക്കാവില് അശ്വതി നാളിൽ 12 മണിയോടുകൂടി ഋഷഭ പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞ് ഒരു കഥന പൊട്ടിക്കുക. ആ കഥന പൊട്ടിച്ചതിന് ശേഷമാണ് വയൽ നഗരിയില്, അപ്പൊ നിങ്ങൾ ആദ്യം പറഞ്ഞ കാളനെ ഇവിടെ മറ്റു പറമ്പിലൊക്കെ ഉണ്ട്, പക്ഷെ വയൽ നഗരി എന്ന് പറഞ്ഞ പറമ്പുണ്ട്, അതിൽ കയറ്റി കെട്ടണമെങ്കിൽ ആ 12 മണിക്ക് വെടി വെച്ചതിന് ശേഷം മാത്രമേ കെട്ടൂ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അതിന്റെ ചരിത്രം. അപ്പൊ അന്ന് ഒരു കൃഷി കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ കന്നുകാലികളെ വിൽക്കുവാനും നല്ലതിനെ നോക്കി മേടിക്കുവാനും അങ്ങനെയൊക്കെ ആ കൃഷിയൊക്കെ കഴിഞ്ഞ് വിളവൊക്കെ കഴിഞ്ഞ് ആ കർഷകരുടെ ഒരു സന്തോഷം, അവരിവിടെ വന്ന് കൂട്ടായ്മയും അവരുടെ കന്നുകാലികളെ അന്ന് ഇതുപോലെ റോഡിൽ ഓടിച്ച് മത്സരമല്ല, പക്ഷെ പാടത്തക്കടൊക്കെ അവരിങ്ങനെ ഓടിക്കും കയ്യിൽ പിടിച്ച്. അത് അവരുടെ ഈ ഗുരുവിന്റെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ആ ശക്തി കാണിച്ചു മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തുന്ന നല്ല ശക്തിയുള്ള ആളെന്നാണ് ആളുകൾ വാങ്ങിക്കാൻ പോകുന്നത്. അത് അതിനു വേണ്ടിയിട്ട് ആ രീതിയിൽ തുടങ്ങിയ ഒരു ഉത്സവമാണ് ആണ്. പക്ഷെ യന്ത്രവൽക്കരണം കാർഷിക മേഖലയിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ കാളകളും പോത്തുകളും ഒക്കെ കുറഞ്ഞു പോയെങ്കിലും ഇപ്പൊ പഴയ പോലെ കാളകളെ സ്നേഹിക്കുന്നവരുണ്ട്. കൃഷി കാര്യങ്ങളൊക്കെ ഇപ്പോഴും. പക്ഷെ യന്ത്രവൽക്കരണം വന്നുകൊണ്ട് പക്ഷെ മൃഗങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്, ഇഷ്ടം ഇപ്പോഴും ഉണ്ട്. അവർക്ക് അവരുടെ ആ ആഘോഷം, അവരുടെ ഉരുക്കളുടെ ഒരു മാറ്റുരയ്ക്കൽ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ മത്സരത്തെ കാണുന്നത്. അത് നിർഭാഗ്യവശാൽ കുറെ വർഷങ്ങൾക്ക് മുമ്പ് മൃഗങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സംഘടനകള് അവരതിന്റെ അനിമൽ വെൽഫെയർ ബോർഡിന്റെ അതിൽ പരാതിയൊക്കെ കൊടുത്ത് നമ്മുടെ നാട്ടിൽ അത് സ്റ്റേ ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. അപ്പൊ അത് ഏതായാലും എനിക്ക് തോന്നുന്നു ഇപ്പൊ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ നമ്മുടെ ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ്. നിയമസഭ പാസ്സാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെ ജല്ലിക്കെട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് തമിഴ്നാട്ടിൽ അതിന്റെ നിയമം അവിടെ മന്ത്രിസഭ പാസ്സാക്കി എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നാട്ടിലും ഈ മിക്കവാറും ഈ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ അങ്ങനെ ഒരു നടപടിക്രമത്തിലേക്ക് വരും. അങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വർഷം തന്നെ കാളെ ഓടിക്കാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പഴയ പോലെ ഇത് കാക്കൂർ കാളവയൽ എന്ന് പറഞ്ഞ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവമാണ്. അത് നടത്തണം. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് നടത്തണം. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ കാള ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. അതെന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നടത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ. അപ്പൊ ഈ ഒരു സംഘടന മാത്രമാണ് ശരിക്കും അതെ കാളവയൽ നടക്കരുത്, കാക്കൂർ കാളവയൽ നടക്കരുത് എന്ന് അങ്ങനെ തീരുമാനിച്ച് പ്രവർത്തിക്കുന്ന ദയ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘടന മാത്രമേ ഉള്ളൂ. അവർക്ക് കാക്കൂരിനോട് എന്തോ ഒരു ഈ സംഘടന തന്നെ ഏതൊരു ലോഡ് വണ്ടി
വണ്ടി കാള കൊണ്ടുപോയപ്പോ അല്ല അത് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദയുണ്ടോ ശരിക്കും? അവർക്ക് മൃഗങ്ങളോട് ദയയില്ല. അവരെപ്പോഴും മൃഗങ്ങൾ ഞാൻ ഈ എല്ലാത്തിനോടും ദയ കാണിക്കണ്ടേ? അവരെപ്പോഴും എല്ലാത്തിനോടും ദയ മൃഗങ്ങളോട് കാണിക്കണ്ടേ? ക്രൂരത മാത്രമേ മനുഷ്യരോട് ദയ കാണിക്കുന്നുള്ളൂ. കാണിക്കണ്ടേ? മനുഷ്യരെ ചിലപ്പോ നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടായിരിക്കും, ജല്ലിക്കെട്ട് നടക്കണല്ലേ, ഇതെല്ലാം നടക്കണുണ്ട്. നിങ്ങളൊക്കെ അപ്പൊ ഇത് ചിലപ്പോ വർഷത്തിൽ ഒരു പ്രാവശ്യം നടക്കുന്നുള്ളൂ. അത് നമ്മളെല്ലാരും കൂടെ ഒത്തുചേർന്ന് ഈ അത് ഒരു ദിവസം ഒരു ഉത്സവമായിട്ട് മാറ്റി എല്ലാവരും ആഘോഷിച്ച് ചെയ്ത് പോകാന്നുള്ള മൃഗസ്നേഹികളുടെ പിന്നെ കാര്യം ഇപ്പൊ നിങ്ങൾ ചോദിച്ച പോലെ തന്നെ അവർക്കുടെ സംഘടനയ്ക്ക് ഒരു പോലീസ് എസ്ഐയുടെ അടുത്ത് വാക്കാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലേഷൻ ചൂണ്ടിക്കാണിച്ചാൽ അവർക്ക് അതിനെ നിയമ നടപടി അപ്പം തന്നെ എടുക്കാനുള്ള ഒരു അധികാരം അവർ പറഞ്ഞാൽ എടുക്കണമെന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ എൻ്റെ അറിവിൽ ഒരു പ്രാവശ്യം മൂവാറ്റുപുഴ വെച്ച് ഒരു വണ്ടി നിറയെ പോത്തുമായിട്ട് വന്നത് ഇവർ കാണുകയും അവർ മോസ്റ്റർ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും സ്റ്റേഷനിൽ ആ വണ്ടി പിടിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ഡ്രൈവർ ഇറങ്ങി അവൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് തീറ്റയില്ല, വെള്ളമില്ല, വണ്ടിക്കകത്ത് തന്നെ നിൽക്കുക, തിങ്ങി തന്നെ നിൽക്കുക. അവസാനം SI ഈ പറഞ്ഞ സംഘടനയുടെ അവനെ വിളിച്ചു. അവൻ പറഞ്ഞു, എൻ്റെ പറഞ്ഞു സാറേ എനിക്ക് പറ്റൂല, ഞാൻ എന്തെങ്കിലും ചെയ്ത് ഒഴിവാക്കി തന്നെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ഈ വണ്ടി മുതലാളിനെ പോയി കാല് പിടിച്ച് അവരെ കൊണ്ട് തിരിച്ചിറക്കിക്കൊണ്ട് പോകണ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലും വലിയൊരു സംഭവം വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷമൊന്നായിട്ടില്ല, നിങ്ങളൊക്കെ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് എറണാകുളത്തൊരു വ്യവസായ പ്രമുഖന്റെ മോന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് രാജസ്ഥാനിൽ നിന്ന് 2 ഒട്ടകങ്ങളെ കൊണ്ടുവന്നായിരുന്നു. ഈ ഒട്ടകങ്ങളുടെ ഇറച്ചിയൊക്കെ കഴിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലത് പ്രാബല്യത്തിലില്ലാത്തതുകൊണ്ട് അവിടെ ഈ സംഘടന എന്ന് ഒട്ടകത്തെ കൊല്ലാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കോടതിയിൽ നിന്ന് വിധി മേടിക്കുകയും അങ്ങനെ കൊല്ലാതെ പരിപാടിക്ക് കൊല്ലാൻ പറ്റിയില്ല. പക്ഷെ അത് 2 എണ്ണവും മറൈൻ ഡ്രൈവിൽ ദിവസങ്ങളോളം അതിന് വെള്ളം കൊടുക്കാൻ ആളില്ല, തീറ്റ കൊടുക്കാൻ ആളില്ല. അവസാനം എല്ലും തോലുമായി നരകിച്ച് അത് മരണപ്പെട്ടതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പം അതാണ് മൃഗസ്നേഹം. നിങ്ങളിപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ നടന്നു കഴിഞ്ഞാൽ ഓരോ കാളേനെ പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരപുഷ്ടിമയും അതിനെ അവർ കാണിക്കുന്നതായ വാത്സല്യം സ്നേഹമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് മത്സരം, എങ്ങനെയാണ് അതിനെ വളർത്തുന്നതെന്ന് മനസ്സിലാകാൻ പറ്റും. അപ്പം മൃഗങ്ങളെ സ്നേഹിക്കുന്നവർ ഇവരാ. അവർ സംഘടനയായിട്ട് ആവശ്യപ്പെടുന്നേ ഉള്ളൂ സ്നേഹിക്കുന്നു എന്ന്. നമ്മളൊക്കെ ഇതിനെ വളർത്തുന്നത് നമ്മളെ കുഞ്ഞിനെ നോക്കുന്ന പോലെ നമ്മൾ നോക്കണം. അത്രയ്ക്കും രാവിലെ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് വരുമ്പോൾ ഒരു +2 പഠിക്കുന്ന ഒരു മോള് ബസ് സ്റ്റോപ്പിൽ വന്നിറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ കയ്യിലൊരു പൂച്ചക്കുഞ്ഞെ ഇരിക്കാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തടി മോളെ പൂച്ചക്കുഞ്ഞുമായിട്ട് പോണേ? ചേട്ടാ ഇത് അവിടെ ഏതാണ്ട് വയ്യാതെ തളർന്ന് കിടന്നതാ, അതിനെ വീട്ടിൽ കൊണ്ടുപോയി ശുശ്രൂഷിക്കണം എനിക്ക് എന്നും പറഞ്ഞ്. അതാണ് ശരിക്കും സ്നേഹം. മൃഗങ്ങളെ സ്നേഹിക്കുന്നത് അങ്ങനെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച കണ്ട ഒരു സംഭവം, ആ കൊച്ച അതിനെ എടുത്തുകൊണ്ട് അതിന് നടക്കാൻ പറ്റുന്നില്ല, ഞാൻ അതിന് വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുക്കണം, എനിക്ക് വിടണമെന്ന് പറഞ്ഞ്. അതാണ് സ്നേഹം. അങ്ങനെ ചെയ്യുന്ന അതാണ് സ്നേഹം. അങ്ങനെ കാണിക്കുകയാണ് വേണ്ടത്. അല്ലാതെ നാട് മുഴുവൻ അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന പേപ്പട്ടികളെ കൊല്ലാൻ പാടില്ല എന്നും പറഞ്ഞിപ്പോൾ ഇവിടെ അടുത്ത് തന്നെ 2 ആഴ്ച മുമ്പ് ഒരു പശു ചത്തു. 7 മാസം ജനയുള്ള ഒരു പശുവാണ്. അദ്ദേഹത്തിന്റെ ജീവിതമാർഗം പോലും ആ ഒരു പശുവായിരുന്നു. കഴിഞ്ഞ മാസം 18-ാം തീയതി രാത്രി 11:30 ഒരു പട്ടി വന്ന് അതിന്റെ തലയെ കടിച്ച്. ഈ പശു കിടന്ന് ഒച്ചെടുത്തപ്പോഴത്തേക്ക് ആന ഇറങ്ങി ചെന്നപ്പോൾ പട്ടി ഓടിപ്പോണൊക്കെ കണ്ടു. അപ്പൊ മുഖത്തുനിന്ന് ചോരയൊക്കെ അവനുണ്ടായിരുന്നു. പുള്ളി അന്നേരം തന്നെ സോപ്പൊക്കെ ഇട്ട് കഴുകുകയൊക്കെ ചെയ്തതാണ്. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് 3-4 ഡോസ് ഇഞ്ചക്ഷനും എടുത്തു അതിന്. പക്ഷെ എന്നിട്ടും പശു ചത്തുപോയി. കാരണം ഈ തലയെ കടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തലച്ചോറിലേക്ക് അതിന്റെ അണുക്കൾ ബാധിക്കുന്നതാണ്. ഏതായാലും മറ്റേ അപ്പൊ ഈ പട്ടി ഇതുപോലെ പേ പിടിക്കുന്ന സാഹചര്യം ഈ നാട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ പശു പോകില്ല. അപ്പൊ അതാണ് സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരു നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് ഇതൊരു പണ്ട് നടന്ന പോലെ തന്നെ ഇത് നടക്കണമെന്നാണ് ഇവിടെ ഈ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം കൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഇവിടെ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും എത്രയോ കാലങ്ങൾ ഇപ്പൊ ചേട്ടനറിയാലോ